ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും കാത്തിരുന്ന പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ മെയിൽ അല്ലെങ്കിൽ വ്യൂമൻ എന്നറിയപ്പെടുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. കാറ്റഗറി നമ്പർ 416/2023 ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പറിൽ നമ്മളിപ്പോൾ കുറേ ആൾക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ അപേക്ഷിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് അപേക്ഷിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് സ്ക്രീൻ വീഡിയോ റെഡിയാക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അപ്ലോഡ് ചെയ്ത വീഡിയോ വളരെ വ്യക്തമായിട്ട് നോക്കി അതേപോലെ തന്നെ നമ്മളതിൻ്റെ ക്വാളിഫിക്കേഷൻ അവിടെ ആഡ് ചെയ്യുക. കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. എച്ച് പി വി ബാഡ്ജ്, അതേപോലെ HGV, അതേപോലെ HGV ബാഡ്ജ്, ഇതിലേതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ HPV ബാഡ്ജ്, HGV ബാഡ്ജ്, അതേപോലെ LMV, അതേപോലെ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്ന് പറയുന്ന ക്വാളിഫിക്കേഷനാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്. അത് ഞാൻ സ്ക്രീൻ വീഡിയോയിൽ റെഡി ആക്കിയിട്ടുണ്ട്. അതിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഇതിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ക്വാളിഫിക്കേഷൻ്റെ ആ ഒരു സംഭവത്തിൽ നമ്മൾ ആഡ് ക്വാളിഫിക്കേഷൻ എന്നുള്ള ഒരു റൈറ്റിലൊരു ബട്ടൺ ഉണ്ടായിരുന്നു, ഞാൻ സ്ക്രീൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ സുഹൃത്തുക്കളെ, ഇതിലിപ്പോൾ HPV, HGV, അതേപോലെ HGVൻ്റെയും HPVൻ്റെയും ബാഡ്ജിൻ്റെ കാര്യമാണ് ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാഡ്ജിൻ്റെ ഡീറ്റെയിൽസ് ആണ്, ഏത് സമയത്താണോ ബാഡ്ജ് പാസ്സായത് ആ ഒരു ഡേറ്റ് അവിടെ ആഡ് ചെയ്യുക. അതേപോലെ ഈ ബാഡ്ജിൻ്റെ നമ്പറാണ് അവിടെ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് ഇപ്പോൾ ഹെവിക്ക് ബാഡ്ജ് ഉണ്ട്, ബാക്കിയുള്ള ഏതിനും ബാഡ്ജ് ഇല്ല എന്നുള്ള സംഭവം. ഹെവി പറയുമ്പോൾ ഇപ്പോൾ ഹെവി LMV കഴിഞ്ഞ് മീഡിയം, അതിന് മുകളിൽ വരുന്ന എല്ലാ സംഭവത്തിനും മീഡിയമും, അതേപോലെ അതിന് മുകളിൽ വരുന്ന എല്ലാ സംഭവത്തിനും ബാഡ്ജ് ഉണ്ട്. LMV വാഹനങ്ങൾക്ക് ബാഡ്ജ് ഇല്ല. ഓക്കെ, അപ്പോൾ ബാഡ്ജ് 2018 തന്നെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു സംഭവം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു HPV ബാഡ്ജ്, HGV ബാഡ്ജ് എന്ന് പറയുന്ന സംഭവത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നമ്മൾ ബാഡ്ജ് നമ്പർ ആഡ് ചെയ്യണം. പക്ഷേ LMVയിലും മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയറിലും നിങ്ങൾ ഏത് വർഷമാണോ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ പാസ്സായത് ആ ഒരു വർഷത്തിലാണ് നിങ്ങൾ അതിൻ്റെ എന്താ പറയുക പാസിംഗ് ഡേറ്റ് എഴുതേണ്ടത്. അത് പാസിംഗ് ഇയറും മാസവും എഴുതേണ്ടത്. അതേപോലെ LMVയുടെയും സെയിം സംഭവം തന്നെയാണ്. അതിൽ ലൈസൻസിൻ്റെ നമ്പറാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി കുറേ ആൾക്കാർക്ക് HTV ഇനി ആഡ് ചെയ്യണോ, ബാക്കിയുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ HTV എന്നൊരു സംഭവം ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല. അത് കാണിക്കുമ്പോൾ HGV ബാഡ്ജ്, HPV ബാഡ്ജ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. LMV ആൻഡ് അതേപോലെ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ പറഞ്ഞിട്ടുണ്ട്. ഇനി ലേഡീസിന് അല്ലെങ്കിൽ ഫീമെയിലിന് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയറിന് വിത്തൗട്ട് ഗിയർ ഉണ്ടോ എന്നുള്ള ഡൗട്ടൊന്നും എനിക്ക് അറിയില്ല. അത് വിവരാവകാശം വെച്ച് തന്നെ ചോദിക്കണം. പക്ഷേ കുറേ ഈ സ്ത്രീകൾ എന്ത് ചെയ്യണം, ഈ വിത്തൗട്ട് ഗിയറുള്ള സംഭവം എടുത്തിട്ട് ചിലപ്പോൾ അയക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും, ഹെവി ഉണ്ടല്ലോ എന്നുള്ള ലെവലിൽ. പക്ഷേ സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, കുറേ ആൾക്കാർ എന്നെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ഇല്ലെങ്കിൽ, അതായത് ഇപ്പോൾ LMV ഉണ്ട്, HGV ഉണ്ട്, HPV ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ആ രീതിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ഇതിൽ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്ന് പറയുന്ന ലൈസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അയക്കാൻ പറ്റില്ല, അപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊള്ളുന്നു. ഇനി ഇതിൽ നമ്മൾ ഇതിൻ്റെ PDF നോക്കുമ്പോൾ മനസ്സിലാകുന്നത്, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം പറയുന്നത് മസ്റ്റ് പോസസ് കറണ്ട് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്ന് പറഞ്ഞ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ലേഡീസിന് ഇനി മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ എന്നുള്ള സംഭവം ഒന്നും ഇതിൽ പറയുന്നില്ല. അപ്പോൾ അത് നമുക്ക് നോക്കുമ്പോൾ അത് ഇതില്ലെങ്കിൽ അയക്കാൻ പറ്റില്ല എന്നാണ്. ഓക്കെ, പിന്നെ വിത്ത് ഗിയർ തന്നെ വേണം എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, പിന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അതും വേണം. അതേപോലെ ഹെവി പാസഞ്ചർ വെഹിക്കിൾ ആൻഡ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആൻഡ് ഡ്രൈവേഴ്സ് ബാഡ്ജ്, അതുകൊണ്ടാണ് നമ്മളത് വരുന്നത്. പിന്നെ അടുത്തത് വരുന്നത് ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താ വെച്ചാൽ, കാൻഡിഡേറ്റ് ഷുഡ് പ്രോസസ് കറണ്ട് വാലിഡ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് ബാഡ്ജ് ത്രോട്ട് ഇൻ all the stage of selection process as on the last date of receipt of application or OMR test or physical efficiency test or practical test or one time verification. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ഡ്രൈവിംഗ് ലൈസൻസ് ഏത് ഇതിൻ്റെ പറയുന്ന ക്വാളിഫിക്കേഷൻ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ആയാലും, അതേപോലെ തന്നെ ഹെവി ആയാലും, LMV ആയാലും, ബാഡ്ജ് ആയാലും, ഏത് സംഭവമായാലും അത് വാലിഡ് ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത് അയച്ചു കഴിഞ്ഞാൽ ഇത് യാതൊരു കാരണവശാലും കട്ടായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ അടുത്ത വർഷമാണ് പുതുക്കാനുണ്ടെങ്കിൽ 1 വർഷം മുന്നേ നമുക്ക് പുതുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നേരത്തെ കാലത്ത് പുതുക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ അവസരം അനാവശ്യമായിട്ട് പാഴായി പോകുന്നതായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് പ്രത്യേകം ഒരു എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് അപ്ലിക്കേഷൻ കൊടുക്കുന്ന അവസാന തീയതിക്കുള്ളിൽ, അതേപോലെ തന്നെ OMR ടെസ്റ്റിൻ്റെ സമയത്തും, അതേപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ടെസ്റ്റ്, അതേപോലെ തന്നെ വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതിനിടയ്ക്ക് തെറ്റിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ സമയങ്ങളിൽ മസ്റ്റായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡിറ്റി ഉണ്ടാവണം എന്നുള്ളത് പ്രത്യേകം ഇതിലെടുത്ത് പറയുന്നുണ്ട്. അപ്പം ഞാൻ അത് പറയാൻ വിട്ടുപോയതാണ് കൂട്ടിച്ചേർത്തത്. ഓക്കെ, എന്തായാലും അത് ശ്രദ്ധിക്കുക. ഓക്കെ, അതിനൊരു ചെറിയ കാര്യം തന്നെ ഉള്ളൂ, പക്ഷേ
നമ്മൾ ഇത് ലാസ്റ്റ് ടൈം ആക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ലൈസൻസിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് ഒരു ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയിലാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ആ ഒരു ലൈസൻസ് ഉള്ള ആൾക്കാർ മാത്രം അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആഡ് ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ആഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ട്രാൻസ് എന്ന് പറയുന്ന സംഭവം എന്താണ് എന്നുള്ള സംഭവത്തെക്കുറിച്ച് നമ്മൾ പറയാനായിട്ടുണ്ട്. അതായത് ട്രാൻസ് എന്ന് പറയുമ്പോൾ പണ്ട്, അതായത് ഈ പരിവാഹൻ സൈറ്റിലേക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് കേരള അതോറിറ്റിയുടെ ഭാഗത്തിൽ, ലൈസൻസിങ് അതോറിറ്റിയുടെ ഭാഗത്തിൽ വരുന്ന ആ ഒരു സമയത്ത്, MVDന്റെ സൈറ്റിൽ വരുന്ന സമയത്ത് ഈ ലൈസൻസ് HPMV ആൻഡ് HGMV പറഞ്ഞ എന്ന സംഭവത്ത് നമ്മൾ ആ രണ്ടും രണ്ടായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രണ്ട് ലൈസൻസ് അല്ല ഇപ്പോൾ നിലവിൽ ട്രാൻസ് എന്ന് പറഞ്ഞാൽ പരിവാഹനിൽ വരുന്നത് ട്രാൻസ് എന്ന് പറയുന്ന സംഭവമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, HPMVയും അതേപോലെ HGMVയും രണ്ടും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഇതും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ട്രാൻസ് ഉപയോഗിച്ച് തന്നെ HPMVയുടെ കാര്യത്തിൽ നിങ്ങൾ ആഡ് ചെയ്ത് അയക്കാൻ പറ്റും, അതായത് HGMVയുടെ കാര്യത്തിൽ ആഡ് ചെയ്ത് അയക്കാൻ പറ്റും. അതേ സെയിം നമ്പർ കൊടുക്കുമ്പോൾ ബാഡ്ജ് നമ്പർ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, കുറേ ആൾക്കാർക്ക് ഈ എക്സാം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ഡൗട്ട് ഉണ്ട്. ഇപ്പോൾ എക്സാം വരുന്നത് ഏകദേശം ഇപ്പോൾ ഇതിൻ്റെ ഡേറ്റ് വരുന്നത് നവംബർ 29 തീയതിയിലാണ്. ഈ നവംബർ 29 തീയതി കഴിഞ്ഞ് ഏകദേശം കുറച്ച് ദിവസം ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നവംബർ 29 കഴിഞ്ഞ് നവംബർ 30 തീയതി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു തയ്യാറെടുപ്പിലിരിക്കണം. കാരണം ചിലപ്പോൾ വരാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ കൺഫർമേഷൻ ചെയ്യുമ്പോൾ എല്ലാവരും വൃത്തിയായിട്ട് കൺഫർമേഷൻ ചെയ്യുക. ആ കൺഫർമേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ലാംഗ്വേജ് ഏതാണ്, മലയാളം ലാംഗ്വേജ് ആണ്. നമ്മൾ അബദ്ധവശാൽ ഇപ്പോൾ കന്നഡയോ തമിഴോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത് കന്നഡയോ തമിഴോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മുടെ പരിപാടിയൊക്കെ അവസാനിച്ച് കഴിഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കൾ അത് ശ്രദ്ധിക്കണം. അത് ഞാൻ അതിനായിട്ട് ഒരു വീഡിയോ ആ സമയത്ത് തയ്യാറാക്കും. അത് നോക്കി തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി ഒരു ഡൗട്ട് വരുന്നത് എന്താ വെച്ചാൽ, ആ ഒരു ഏത് ദിവസമാണ് എക്സാം വരുന്നു എന്നുള്ള ഡൗട്ട് വരും. അപ്പോൾ എക്സാം വരുന്നത് ഏതാനും ഒരു ഫെബ്രുവരി മാർച്ച് കൂടിപ്പോയ ഒരു ഏപ്രിലിനുള്ളിൽ തന്നെ ഇതിൻ്റെ എക്സാം വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതിൻ്റെ കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കോഴ്സ് അതായത് കംപ്ലീറ്റ്ലി സിലബസ് അനുസരിച്ചിട്ടായിരിക്കും. പോലീസ് ഡ്രൈവറിൻ്റെ എങ്ങനെയാണ് സിലബസ് എന്ന ഡൗട്ടോട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ എന്താ പറയുക, +2 ലെവൽ ആയതുകൊണ്ട് ഫയർമാൻ ഡ്രൈവറിൻ്റെ അതായത് ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. ഇപ്പോൾ നിലവിലുള്ള ഡ്രൈവർ എക്സാമിന് സെയിം. പക്ഷേ ഡ്രൈവറിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് 30 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, 20 ചോദ്യം സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അതേപോലെ 10 ചോദ്യം വരുന്നത് മാത്തമാറ്റിക്സിലാണ്. 10 ചോദ്യത്തിൽ മാറ്റം ഉണ്ടാവില്ല. പിന്നെ ബാക്കിയുള്ള ലോക അടിസ്ഥാനത്തിലുള്ള റഷ്യ വിപ്ലവവും അതേപോലെ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും വരാൻ സാധ്യതയില്ല, അതിന് മാറ്റം വരാൻ സാധ്യത. പോലീസ് ഡ്രൈവറും ഫയർ ഡ്രൈവറും വ്യത്യാസം എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്ക് മാത്രമായിരിക്കും മിക്കവാറും 100-99% വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് കംപ്ലീറ്റ്ലി ഒരു കറക്റ്റായിട്ടുള്ള സിലബസ് അനുസരിച്ച് തന്നെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ നവംബർ 29 തീയതി വരെയുള്ള കോച്ചിങ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ കണ്ടിന്യൂ. അതുവരെ നമുക്ക് 65% നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ആ ഒരു സിലബസ് സെയിം സിലബസ് തന്നെയാണ്. പക്ഷേ ഈ ഒരു 35-30% നമ്മുടെ പോലീസ് ഡ്രൈവറും അതേപോലെ ഫയർ ഡ്രൈവറും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. പിന്നെ കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ എന്താ പറയുക, 1 വർഷമാണോ ഇതിൻ്റെ കാലാവധി വരുന്നത്, മറ്റേ ലിസ്റ്റിൻ്റെ കാലാവധി വരുന്നത്, അതുപോലെ 3 വർഷമാണ് ഡൗട്ട് ഉണ്ട്. ഫയർമാൻ ഡ്രൈവർ ട്രെയിനി എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ട്രെയിനി എന്നുള്ള വേർഡ് യൂസ് ചെയ്തില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിലിപ്പോൾ നമ്മളെ നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു ഫ്രണ്ട് പേജിൽ നമ്മൾ കുറേ പോയിന്റ്സ് നോക്കിയല്ലോ. അതിൻ്റെ നെയിം ഓഫ് പോസ്റ്റ്, അതേപോലെ തന്നെ 3ാമത്തെ കാര്യം സ്കെയിൽ ഓഫ് പേ, ശമ്പളത്തിൻ്റെ കാര്യം. അതുപോലെ 4ാമത്തെ കാര്യം നമ്പർ ഓഫ് വേക്കൻസീസിനെ പറ്റി, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി, അതായത് പ്രതീക്ഷിതമായിട്ടുള്ള വേക്കൻസി പറയാൻ കാരണം നിലവിൽ ലിസ്റ്റുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഓക്കെ, അടുത്തത് 4ാമത്തെ പോയിന്റ് കഴിഞ്ഞിട്ട് അടുത്തൊരു നോട്ട് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അല്ലേ. ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അതായത് വികലാംഗരായിട്ടുള്ള ആൾക്കാർക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആർ നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് തൊട്ട് താഴെയായിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷഡ് ഷാൾ കേസ് ടു ബി ഇൻ ഫോഴ്സ് ആഫ്റ്റർ 1 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് ഫൈനലൈസേഷൻ ഓഫ് ദ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതായത് 1 വർഷമാണ് ഇതിൻ്റെ കാലാവധി എന്നുള്ളത് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും 1 വർഷത്തിൽ കൂടുതൽ ഇതിൽ കാലാവധി കിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ട്രെയിനി എന്നുള്ളൊരു വേർഡ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മിക്കവാറും 3 വർഷം ചിലപ്പോൾ ആകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് യാതൊരു സാധ്യതയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് പറയുന്നുണ്ട് 5ാമത്തെ കാര്യം. അതിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം പറയുന്നുണ്ട് അല്ലേ. പിന്നെ ഏജ് ലിമിറ്റ് പറയുമ്പോൾ 20 to 28 എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 2/1/1995 മുതൽ 1/1/2003 അതിന് രണ്ടിന് ഇടയ്ക്കുള്ള ആൾക്കാർക്ക് മാത്രം അയക്കാൻ പറ്റുള്ളൂ എന്ന് വരുന്നുണ്ട്. പക്ഷേ 2003 ജനുവരി 9 തീയതി ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ആൾക്ക് അയക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അയക്കാൻ പറ്റും, പക്ഷേ സൈറ്റിൽ എന്താ പറയുക പ്രശ്നം വരുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള PSC ഓഫീസിൽ ശ്രദ്ധിച്ച് അവിടെ പോയിട്ട് പറഞ്ഞ് ശരിയാക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അവരെന്തായാലും എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അവരൊരിക്കലും
പിൻവാങ്ങരുത് എന്നാണ് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം പിടികിട്ടി വിചാരിക്കുന്നു. എന്തായാലും 1 വർഷത്തിൽ കൂടുതൽ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഇല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നൊരു ലേഡി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കൊല്ലത്തുനിന്ന് കരുനാഗപ്പള്ളിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഹെവി ലൈസൻസ് ഇപ്പോൾ ഈ 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഡേറ്റ് കഴിയുന്നതിനുള്ളിൽ എടുക്കാൻ പറ്റുമോ സാറെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അറിവുള്ള എനിക്ക് അറിയുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതായത് 30 ദിവസം, അതായത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ലേണേഴ്സ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞ ശേഷം 30 ദിവസത്തിനുള്ളിൽ 30 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സൈറ്റ് ഓപ്പൺ ആവുള്ളൂ, അപ്പോഴേ നമുക്ക് ഡേറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഇനി 30 ദിവസമൊന്നും ഇല്ലല്ലോ കൂടുതൽ. ഇപ്പോൾ നാളെ വരുമ്പോൾ തന്നെ 29 ദിവസം അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 30 ദിവസം ഇല്ലാത്ത സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഹെവി ലൈസൻസ് ഈ ഒരു അളവിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. എന്തായാലും എടുത്ത് വെച്ചോളൂ. അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നമുക്ക് എന്തായാലും 1 വർഷം ആകുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത നോട്ടിഫിക്കേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ ലേണേഴ്സ് കഴിഞ്ഞു സാറേ, ഇപ്പോൾ 7-ാം തീയതി ടെസ്റ്റാണ്, അല്ലെങ്കിൽ 29-ാം തീയതി ടെസ്റ്റാണ്, ലാസ്റ്റ് ഡേറ്റ് പകലാണ് നമുക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഉറപ്പായിട്ട് അപേക്ഷിക്കാൻ പറ്റും. അതിൽ എന്താ പറയുക, ഹെവി നിങ്ങൾ ആ ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ പാസ്സായിരിക്കണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഹെവി ലൈസൻസിന് 3 വർഷം ആകണം എന്നുള്ള ഒരു നിബന്ധന ഇതിലില്ല. ഹെവി ലൈസൻസ് ഉണ്ടായാൽ മതി, ഫയർ ഡ്രൈവറിൻ്റെയും പോലീസ് ഡ്രൈവറിൻ്റെയും ഹെവി ലൈസൻസ് ഉണ്ടായാൽ മതി എന്നുള്ള കാര്യം മാത്രമേ ഇതിലുള്ളത്. പിന്നെ എന്താ പറയുക, ഈ കുറേ ആൾക്കാർക്ക് ഇത് EWS എന്ന് പറഞ്ഞ സംവരണം ഉണ്ട് അല്ലേ. അപ്പോൾ ആ EWS സംവരണം മാത്രമാണോ ഹൈറ്റിൽ വല്ല റിലേഷൻ ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടാവും അല്ലേ. ഏജ് റിലേഷനോ അല്ലെങ്കിൽ ഹൈറ്റിൽ വരുന്ന അതിനൊന്നും ഒരു എന്താ പറയുക വിട്ടുവീഴ്ചയില്ല. അപ്പോൾ എല്ലാവർക്കും 168ആണ്. 161 എന്ന് പറയുന്നത് SC/STക്കാണ്. ഓക്കെ, SC/STക്കാർക്ക് മാത്രമാണ്. പിന്നെ ലേഡീസിന് ആനുപാതികമായിട്ട് അവരുടെ ആ ഒരു കാസ്റ്റിനനുസരിച്ചും, പിന്നെ പൊതുവെ 157ആണല്ലോ ജനറലുകാർക്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ അതിലൊന്നും വിട്ടുവീഴ്ചയില്ല. ഈ EWS മറ്റുള്ള OBC പിന്നോക്ക വിഭാഗക്കാർക്കും ഹൈറ്റിലും അതേപോലെ ഏജിലൊന്നും ഒരു വ്യത്യാസം. ഈ OBC മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്കും 3 വർഷമാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഈ SC/STക്കാർക്ക് 5 വർഷമാണെന്നുള്ള കാര്യത്തെക്കുറിച്ചും പറഞ്ഞു. ഓക്കെ, ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ പോലീസ് ഡ്രൈവർ എന്ന് പറയുന്നത് ഇനി ട്രെയിനിങ് ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ട്രെയിനിങ് എത്ര മാസമായിരിക്കുന്നതാണ്. ഇതുവരെയും 6 മാസം നിലവിലുള്ള ബാച്ച്. ഇപ്പോൾ തൃശ്ശൂർ IRBയിലാണെന്ന് വിചാരിക്കുന്നത്, അവിടെ ആ ഒരു ക്യാമ്പിൽ കുറച്ച് ആൾക്കാരെ വെച്ച് ട്രെയിൻ ചെയ്യുന്നുണ്ട്. 6 മാസമാണ് ഇതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. പക്ഷേ ഇനി വരുന്ന ലിസ്റ്റുകൾക്ക് അത് 9 മാസമായിരിക്കും എന്ന് പറഞ്ഞ് അത് നമ്മുടെ സ്പെഷ്യൽ റൂളും ഉണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്താ പറയുക ഇറക്കുന്ന സമയത്ത് തന്നെ നമുക്കത് കാണാൻ പറ്റും. 9 മാസമുള്ള ട്രെയിനിങ്ങുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ബോണ്ട് നമ്മൾ കെട്ടിവെക്കേണ്ടതായിട്ട് 25,000 വെച്ച് 2 പേരുടെ സർക്കാർ സർവീസിലുള്ള ആൾക്കാരുടെ ബോണ്ട് നമ്മൾ അതിൻ്റെ സർവീസ് കയറുന്ന സമയത്ത് കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് കണ്ടെത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇനിയൊരു പ്രധാനപ്പെട്ട ഡൗട്ട് എന്ന് പറയുന്നത്, ഫിസിക്കൽ ആയിരിക്കുമോ ആദ്യം, അതേപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിരിക്കുമോ ആദ്യം. പൊതുവേ ഞാൻ പണ്ട് മുതലേ പറയാറുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു 2000 പേരെ അങ്ങനെ ലിസ്റ്റിൽ ഇട്ടു വയ്ക്കാം. 2000 പേരെ മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററിലും ഇട്ടെന്ന് വിചാരിക്കാം. അവരെ കൊണ്ട് ആദ്യം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി. ഇപ്പോൾ കുറേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വെച്ചാൽ സിമ്പിളായിട്ടുള്ള കാര്യമില്ലല്ലോ. KSRTC ലെറ്റർ കൊടുക്കണം, MVDക്ക് ലെറ്റർ കൊടുക്കണം. ചിലപ്പോൾ ഒരു 2000 പേരെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 30 ദിവസമൊക്കെ ചിലപ്പോൾ ടെസ്റ്റിൻ്റെ ഡേറ്റ് വരും. ഒരു ദിവസം ഒരു 50-30 പേരൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ മിക്കവാറും ഒരു മാസത്തിനടുത്ത് നമുക്ക് അതിൻ്റെ ടൈം വരും. ഓക്കെ, അവരെയൊക്കെ പാസ്സാക്കിയ ശേഷം ടെസ്റ്റിന് പാസ്സായ ആൾക്കാരെ വീണ്ടും എന്താ പറയുക ഇതിലേക്ക് പങ്കെടുപ്പിച്ച് അവരെ എന്താ പറയുക ഫിസിക്കൽ ഫെയിലായി കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം കൂടുതൽ? ഫിസിക്കൽ നഷ്ടം കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തീരുമാനത്തിൽ ഒരിക്കലും പോലും ആദ്യം ഫിസിക്കൽ അങ്ങോട്ട് നടത്തി കഴിഞ്ഞിട്ട് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് അങ്ങോട്ട് തയ്യാറാക്കി അതിനുശേഷം അവരെ ആണ് അടുത്ത ഡ്രൈവിംഗ് ടെസ്റ്റിലേക്ക് കൊണ്ടുപോവുക. ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഇപ്പോൾ പണ്ട് H ടെസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പോലീസ് ഡ്രൈവർ മുതലാണ് അത് T ടെസ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ടുണ്ടായിരുന്നു. T ടെസ്റ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ വാലിൻ്റെ ഭാഗം എന്ന് പറയുന്നത് 25-ഉം അതേപോലെ ശരിക്കും ആ ടീൻ്റെ അതിൻ്റെ മുകളിലത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താ പറയുക അതിൻ്റെ 26-മാണ് അളവ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ആ ഒരു അളവ് തന്നെ നമുക്ക് ട്രെയിനിങ് ചെയ്യാം. ഓക്കെ, ട്രെയിനിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കും. പക്ഷേ ഒന്ന് ടച്ച് ചെയ്ത് വെക്കുന്നതിൽ യാതൊരു കുറ്റവുമില്ല. ഓക്കെ, കുറച്ച് പൈസ കൊടുത്തൊക്കെ ടച്ച് ചെയ്ത് വെക്കുന്നതിൽ യാതൊരു കുറ്റവുമില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഡ്രൈവിംഗ് തീരെ അറിയാത്ത ആൾക്കാരായിരിക്കും, അതൊന്ന് ശ്രമിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കമൻറ്റിലൂടെ വല്ല ഡൗട്ടോ വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരുന്നതായിരിക്കും, അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കൂടുതൽ ഇൻഫർമേഷനുമായി ക്ലാസ്സുമായി വീഡിയോമായി വീണ്ടും തിരിച്ചെത്താം. അതുവരെ സൈനിങ് ഓഫ് ഹാരിസ്. ഗുഡ് ബൈ.